ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അർത്തിങ്കലാണ്. അർത്തിങ്കൽ ഭാഗത്ത്, അർത്തിങ്കൽ ആ ബീച്ച് സൈഡിലുള്ള റോഡിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലും എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ളൊരു കൃഷിനെ സ്നേഹിക്കുന്ന ഒരു സുഹൃത്തുണ്ടല്ലോ, സുജിത്ത് നമ്മളുടെ വെറൈറ്റി ഫാർമർ. പുള്ളിയുടെ ഇതിലുള്ള കുറച്ച് ഫ്ലവർ ഷോ ഇവിടെ നടപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രൻസിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ കാണുന്ന ഇതൊക്കെയാണ് നമ്മുടെ സുജിത്ത് ചേട്ടൻ്റെ ഫ്ലവർ ഷോയിൽപ്പെട്ട ജമന്തി തോട്ടവും കാര്യങ്ങളൊക്കെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എല്ലാം മറ്റേ ചട്ടിയുടെ അകത്തല്ല കേട്ടോ, താഴെ കൃഷി ചെയ്തെടുത്തേക്കുന്ന സംഭവങ്ങളാണ് അല്ല. ഇതിനകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ കിടിലൻ ഒരു ലാൻഡ്സ്കേപ്പാണ് കാണുന്നത്. ഈ ലാൻഡ്സ്കേപ്പ് റെഡിയാക്കിയിരിക്കുന്നത് 24 മണിക്കൂർ കൊണ്ടാണ് ഈ ലാൻഡ്സ്കേപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ലാൻഡ്സ്കേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അതായത് ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമാണ് ഈ ലാൻഡ്സ്കേപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. അവരുടെ നേഴ്സറിയും കൂടെ ഈ ഫ്ലവർ ഷോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് അവരുടെ സ്റ്റാള്. ഈ ചേച്ചിയും ആ ചേട്ടനുമാണ് ഈ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ ഓണേഴ്സ്. ഇപ്പോൾ ഇവരുമായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റും അതേപോലെ തന്നെ വളങ്ങൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടും. പിന്നെ അതേപോലെ തന്നെ കണ്ണത്താ ദൂരത്ത് ഇങ്ങനെ പടർന്ന് പന്തലിച്ചിങ്ങ് കിടക്കുന്ന നമ്മുടെ ജമന്തി തോട്ടം ഉണ്ടേക്ക് കാണുന്നത്. മഞ്ഞയും ഗോൾഡൻ കളറുള്ള 2 ടൈപ്പ് വെറൈറ്റിയാണ് ഇവിടെ ഈ ഫ്ലവർ ഷോയിൽ ഉള്ളത്. അതേപോലെ തന്നെ ഈ കാണുന്നതാണ് ബട്ടർഫ്ലൈ പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ വീഡിയോ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് വൈറലായിട്ടുള്ളതാണ്. അതിൽ കുറേ ബട്ടർഫ്ലൈ വന്നിരിക്കുന്നതായിട്ടുള്ളതാണ് വീഡിയോ. ആ വീഡിയോ നമ്മുടെ ഇപ്പോൾ ഞാൻ വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഗാർഡനിലത്തെ ഒരു വീഡിയോ ആണ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വൈറലായി കണ്ടിട്ടുള്ളത്. ഈ കാണുന്ന പ്ലാന്റ്സ് എല്ലാം ബട്ടർഫ്ലൈ ഗാർഡനിലത്തെയാണ്. അതേപോലെ തന്നെ അവർ ഡെയിലി പോയിൻറ്റ് സെറ്റ് ചെയ്യാന്ന് പറയുന്നുള്ള ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, അതിൻ്റെ പല വെറൈറ്റികളും ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഈ പ്ലാന്റൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ കൊറിയർ വഴിയായിട്ടും അല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് അവിടെ പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇവരുടെ ഈ ഗാർഡൻ ഉള്ളത് നമ്മുടെ കൊച്ചി മട്ടാഞ്ചേരി TD റോഡിനടുത്ത്, TD സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ സുജിത് ബ്രോയുടെ ജമന്തി തോട്ടമൊക്കെ. ഇവിടെയാണ് ഫ്ലവർ ഷോ. അതേപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ സൂര്യകാന്തിയും പിടിപ്പിച്ചിട്ടുണ്ട്. സൂര്യകാന്തിയിൽ ഫ്ലവറൊന്നും ആയിട്ടില്ല, അത് മുട്ടിട്ട് നിൽക്കുന്നേ ഉള്ളൂ. അത് കുറച്ചും കൂടെ ആയി വരാനായിട്ട്, അല്ലെങ്കിൽ അതും കൂടെ ഈ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താമായിരുന്നു. പുള്ളിയുടെ ഫസ്റ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നത് സൂര്യകാന്തി പാടത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അക്യൂസ് കോർണർ എന്നുള്ള ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതേപോലെ പുള്ളിയുടെ ഈ ഒരു ഇത് മാത്രമല്ല, പുള്ളിക്ക് കുറേ പച്ചക്കറി തോട്ടങ്ങളും പച്ചക്കറി കൃഷിയൊക്കെ ഒരുപാട് പുള്ളിക്ക് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കുറേ പുരസ്കാരങ്ങളും അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. പുള്ളിനോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കൃഷികളൊക്കെ എങ്ങനെ മെച്ചപ്പെട്ടതാക്കാം, അതിന് വേണ്ട വളങ്ങളും കാര്യങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ നല്ലൊരു ക്ലാസ് നമുക്ക് പുള്ളി തരും. അത്രയ്ക്ക് നല്ല മണ്ണിനെ കൃഷിയെ സ്നേഹിക്കുന്ന ഒരു എന്താ പറയുക, ഒരു കറ തീർന്ന ഒരു ഫാർമർ തന്നെയാണ് പറയുക. ഇതാണ് നമ്മുടെ ചങ്ക് സുജിത്ത് ബ്രോ. ഇതിൻ്റെ ഇടയിൽ വേറെ എന്തോ കൃഷിയൊക്കെ ഉണ്ട്, വെള്ളരിക്ക അങ്ങനെ എന്തോ സംഭവമൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. എന്താ സംഭവം എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് ചെന്നപ്പോഴത്തേക്കും വേറെ ഇവിടെ ആരും ഇല്ലായിരുന്നു, അതുകൊണ്ട് കൃത്യമായിട്ട് ഇങ്ങനെ ചോദിച്ചൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല.
ഇതിന് നമുക്കൊരു ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. 20 രൂപയാണ് എൻട്രി ഫീസ്. അതേപോലെ തന്നെ വരും ദിവസങ്ങളിൽ, അതായത് അർത്തിങ്കൽ പള്ളിയുടെ പെരുന്നാൾ പ്രമാണിച്ചാണ് ഇവിടെ ഫ്ലവർ ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇവിടെ ഫുഡ് കോർട്ടും അതേപോലെ തന്നെ പെറ്റ്സും പിന്നെ സെൽഫി പോയിൻറ്റും അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ മാസം ലാസ്റ്റ് 31-ാം തീയതി വരെ ഉണ്ടാവുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള കുറേ പൂക്കളും തോട്ടങ്ങളൊക്കെ കണ്ട് സെൽഫിയും ഫോട്ടോയൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് തിരിച്ചു പോവാം. സ്ഥലം വരുന്നത് നമ്മുടെ ചേർത്തല അർത്തിങ്കൽ പള്ളിയുടെ തെക്ക് വശത്ത് ഒരു 1.5 കിലോമീറ്റർ ദൂരത്തിനടുത്താണ് ഈ ഫ്ലവർ ഷോ നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയും ഉള്ളൂ. അപ്പോൾ അടുത്ത സ്ഥലത്തിൻ്റെ വീഡിയോയുമായി വീണ്ടും വരുന്നവരും എല്ലാവർക്കും നല്ലൊരു ദിനാശംസിച്ചുകൊണ്ട് ബൈ ബൈ.